വീർ സവർക്കർ ചോദ്യ വിവാദത്തിലെ സസ്പെൻഷൻ ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് നടപടി നേരിട്ട അധ്യാപകൻ ഹൈക്കോടതിയിൽ. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും ഗുരുപ്രസാദ് മാസ്റ്റർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, എന്താണ് ഈ വാർത്ത? കൃഷ്ണരാജ്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ഒരു ചോദ്യം, ആ ചോദ്യം തയ്യാറാക്കിയത് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ഗുരുപ്രസാദ് ആയിരുന്നു. ഈ ചോദ്യം തയ്യാറാക്കിയതോടു കൂടി, അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തര സൂചികയിൽ നൽകിയിരുന്ന പേര് വീര സവർക്കറിൻ്റെതായിരുന്നു. ഇതാണ് പല കോണുകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ടത് കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ, അതായത് ഈ ചോദ്യം തയ്യാറാക്കിയ ഗുരുപ്രസാദിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് വലിയ കാരണമായത്. എന്തായാലും ഈ കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനു പിന്നാലെ സർക്കാർ, UDF സർക്കാർ ഈ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയാണ്, വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഉണ്ടായ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് സർക്കാർ ഈ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടിക്കെതിരെ അധ്യാപകനായ ഗുരുപ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നതാണ് ഗുരുപ്രസാദിൻ്റെ ആവശ്യം. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് താൻ ഈ ഒരു ചോദ്യം തയ്യാറാക്കിയത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തത്, ഈ കാര്യം വ്യക്തമാക്കണമെന്നാണ് ഗുരുപ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സസ്പെൻഷൻ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഗുരുപ്രസാദ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും താൻ ചോദിച്ച ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകൾക്ക് തയ്യാറാക്കിയ ഒരു ക്വിസ് മത്സരത്തിലാണ് ഇത്തരത്തിൽ വീര സവർക്കറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചോദ്യം ഗുരുപ്രസാദ് തയ്യാറാക്കിയത്. ഈ ചോദ്യമാണ് പല ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പിനും ഗുരുപ്രസാദിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കുമൊക്കെ കാരണമായത്. മാത്രമല്ല, ഇതിലെടുത്തു പറയേണ്ട കാരണം, ഈ പല ആളുകളും ഈ ഗുരുപ്രസാദ് ചോദിച്ച ചോദ്യത്തോട് അനുകൂലിക്കുക തന്നെയാണ്. കാരണം ഈ ചോദ്യത്തിൽ യാതൊരുവിധ തെറ്റുമില്ല, അതുകൊണ്ട് തന്നെ അനുകൂലിക്കുകയാണുണ്ടായത്. വിവിധ അധ്യാപക സംഘടനകളൊക്കെ ഗുരുപ്രസാദിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ആ സമയത്ത് പക്ഷേ ഈ ഒരു, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രത്യേക ജില്ലകളിൽ നിന്നുള്ള കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിലെ ചില കോണുകളിൽ നിന്നും മാത്രം ഉയർന്ന പ്രതിഷേധങ്ങളാണ് സർക്കാരിനെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തിരിച്ചതും വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകനായ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തതും. എന്തായാലും ഗുരുപ്രസാദ് ഈ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്യും. കൃഷ്ണരാജ്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ.